നമസ്കാരം. സുരക്ഷാ കാരണങ്ങളാൽ ഈ ഉപഗ്രഹ ഫോണുകൾക്ക് നമ്മുടെ രാജ്യത്ത് നിരോധനമുണ്ട്. രാജ്യത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളെ ഇത് ബൈപ്പാസ് ചെയ്യുന്നത് കാരണം അത്തരം ആശയവിനിമയങ്ങൾ പിന്നീട് ഏജൻസികൾക്ക് ട്രാക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെൽഫോൺ ഇത്തരത്തിലുള്ള ഉപഗ്രഹ ഫോണുകൾ രാജ്യം നിരോധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം, അതായത് അന്ന് ഭീകരാക്രമണത്തിനായി കടൽ കടന്ന് എത്തിയ ഭീകരപ്രവർത്തകരെല്ലാം തന്നെ ആശയവിനിമയത്തിന് ഉപയോഗിച്ചിരുന്നത് ഇത്തരത്തിലുള്ള ഉപഗ്രഹ ഫോണുകളായിരുന്നു. അതുകൊണ്ട് തന്നെ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഉപഗ്രഹ ഫോണുകൾ കർശനമായി ഇന്ത്യ നിരോധിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഉപഗ്രഹ ഫോണുകൾ എവിടെയെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്നറിയാൻ ഇന്ത്യക്കൊരു ട്രാക്കിംഗ് സിസ്റ്റവും നിലവിൽ വന്നു കഴിഞ്ഞു. ഇപ്പോൾ അത്യാധുനികമായ ട്രാക്കിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യ ഉപഗ്രഹ ഫോണുകളെ നിരോധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാൻ സാധിക്കും. ആ അവസരത്തിലാണ് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി വിഴിഞ്ഞത്ത് നിന്നും ഇത്തരത്തിലുള്ള ഒരു നിരോധിത ഉപഗ്രഹ ഫോൺ പിടിച്ചെടുത്തു എന്ന വാർത്ത വരുന്നത്. രഹസ്യാന്വേഷണ ഏജൻസികളുടെയും മിലിറ്ററി ഇൻ്റലിജൻസും നൽകിയ ഇൻപുട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വിഴിഞ്ഞം പോലീസാണ് മുക്കോല ഭാഗത്ത് താമസിക്കുന്ന വിനോദ് എന്ന ഒരു മത്സ്യത്തൊഴിലാളിയായ ചെറുപ്പക്കാരൻ്റെ വീട്ടിൽ നിന്നും ഉപഗ്രഹ ഫോൺ പിടിച്ചെടുത്തത്. ഇത് ഉപയോഗിക്കുമ്പോൾ തന്നെ എവിടെ നിന്നാണ് ഉപയോഗിക്കുന്നത് എന്ന രാജ്യത്തെ അന്വേഷണ ഏജൻസികൾക്ക് അല്ലെങ്കിൽ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് അറിയാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ അവർ നൽകിയ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിഴിഞ്ഞം പോലീസ് ഫോണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഉപയോഗത്തെ സംബന്ധിച്ച് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള വിനോദിന് യാതൊരു ധാരണയുമില്ല എന്നും വിദേശത്തുള്ള ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു ഫോൺ ഇയാൾക്ക് കിട്ടിയത് എന്നുമാണ് വിഴിഞ്ഞം പോലീസ് പറയുന്നത്. എന്തായാലും ഇത് അത്ര നിഷ്കളങ്കമായി തള്ളിക്കളയാൻ സാധിക്കുന്ന ഒരു വാർത്തയല്ല. കാരണം കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ ഇതിനോട് അകം തന്നെ വിശദമായ അന്വേഷണം നടത്താൻ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല, അവർ സ്വന്തം നിലയിലും ഇത്തരത്തിലുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. വളരെ ഗൗരവമായ ഒരു സുരക്ഷാ പഴുതാണ് ഈ ഉപഗ്രഹ ഫോൺ കണ്ടെടുത്തതിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം രാജ്യത്ത് 2011 മുതൽ പ്രത്യേകിച്ചും കർശനമായി ഉപഗ്രഹ ഫോണുകൾ നിരോധിച്ചിട്ടുണ്ട് എങ്കിലും രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇതുവരെ 2020 ശേഷം ഇതുവരെ നിരവധി 1000-ലധികം തവണ ഉപഗ്രഹ ഫോണുകളുടെ സിഗ്നലുകൾ രഹസ്യാന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഉപഗ്രഹ ഫോണുകൾ എവിടെ വെച്ച് പ്രവർത്തിപ്പിച്ചാലും, അതിൻ്റെ ഇന്ത്യൻ ടെറിട്ടറിക്കുള്ളിൽ എവിടെ വെച്ച് പ്രവർത്തിപ്പിച്ചാലും അതിൻ്റെ സന്ദേശം രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കുകയും ഇതെവിടെ നിന്നാണ് പ്രവർത്തിക്കുന്നത് എന്ന് കൃത്യമായ ലൊക്കേഷൻ അടക്കം രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കുകയും ചെയ്യും. 2020 ഇത്തരത്തിൽ രാജസ്ഥാനിൽ നിന്നും ഒരു സംഘം പിടിയിലായിരുന്നു. ഇത്തരത്തിലുള്ള ഉപഗ്രഹ ഫോണുകൾ ഉപയോഗിച്ചതിൻ്റെ പേരിലാണ് പിടിയിലായിട്ടുള്ളത്. എന്തായാലും ഈ സംഘത്തിന് പിന്നിൽ പാക് ISI ആണ് എന്ന ഞെട്ടിക്കുന്ന കണ്ടെത്തലാണ് പിന്നീട് രഹസ്യാന്വേഷണ ഏജൻസികൾ നടത്തിയത്. ഇവർ നമ്മുടെ രാജ്യത്തെക്കുറിച്ചുള്ള നിർണായകമായ വിവരങ്ങൾ പാക് ISIക്ക്, പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIക്ക് ഈ ഉപഗ്രഹ ഫോണുകൾ വഴി കൈമാറി എന്നാണ് പിന്നീട് കണ്ടെത്തിയത്. എന്നാൽ അതിനുശേഷവും നിരവധി ഉദാഹരണങ്ങൾ ഈ ഉപഗ്രഹ ഫോൺ പിടിക്കലുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ഒരു വ്യക്തി സൗദിയിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ പക്കൽ നിന്നും ഈ അടുത്ത കാലത്തായി ഇത്തരത്തിലൊരു ഉപഗ്രഹ ഫോൺ പിടിച്ചിരുന്നു. അത് നിർദോഷമാണ്. കാരണം അവിടെ ഉപഗ്രഹ ഫോണുകൾ ഉപയോഗിക്കാനുള്ള അനുവാദമുണ്ട്. സൗദി എണ്ണ കമ്പനിയിലും മറ്റും ജോലി ചെയ്യുന്നവരാണ്. പക്ഷേ ഇന്ത്യയിലേക്ക് ഈ ഫോണുകൾ കൊണ്ടുവരാൻ പാടില്ല. പക്ഷേ അദ്ദേഹം ആ ഫോൺ വന്നിരുന്നു. പക്ഷേ ഇത് മറ്റേതെങ്കിലും രീതിയിലുള്ള തെറ്റായ മാർഗത്തിലൂടെ അല്ല അത് ഉപയോഗിച്ചത്. പക്ഷേ എന്തായാലും അദ്ദേഹവും ജയിലിൽ കഴിയേണ്ടി വന്നു ഈ ഉപഗ്രഹ ഫോണുകൾ കൈവശം വച്ചതിൻ്റെ പേരിൽ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് വരുന്ന സഞ്ചാരികളോട് ഇന്ത്യൻ ഗവൺമെൻറ്, പ്രത്യേകിച്ചും വിദേശകാര്യ വകുപ്പൊക്കെ അവരെ കൃത്യമായ ബോധവൽക്കരണം നടത്താറുണ്ട്. ഉപഗ്രഹ ഫോണുകൾ ഇന്ത്യക്കകത്ത് ഉപയോഗിക്കുന്നത്, കൊണ്ടു നടക്കുന്നത് ഒക്കെ നിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കണം എന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഉപഗ്രഹ ഫോണുകൾ പ്രവർത്തിപ്പിക്കുമ്പോൾ മാത്രമാണ് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ഇത് സംബന്ധിക്കുന്ന വിവരം, ലൊക്കേഷൻ അടക്കം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞത്ത് നിന്നുള്ള ഈ കേസിൽ ഉപഗ്രഹ ഫോണുകൾ അവിടെ പ്രവർത്തിപ്പിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകിയ വിവരമനുസരിച്ച് പോലീസിന് ഇയാളെ പിടികൂടാൻ സാധിച്ചത്. ഈ ഉപഗ്രഹ ഫോണിനെ കുറിച്ച് യാതൊരുവിധ ധാരണയും ഇല്ലാത്തയാളാണ് വിനോദെങ്കിൽ എങ്ങനെയാണ് അത് പ്രവർത്തിപ്പിച്ചത്? ആരിൽ നിന്നാണ് ഇത് വാങ്ങിയത്? എന്തിനു വേണ്ടിയിട്ടാണ് ഇത് കൈവശം വച്ചത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് നിരന്തരം ഇത്തരത്തിലുള്ള ഉപഗ്രഹ ഫോണുകളുടെ സിഗ്നലുകൾ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വർഷാവർഷം ലഭിക്കുന്നുണ്ട്. ഏതാണ്ട് 500-ലധികം ഫോൺ കോളുകളാണ് ഇത്തരത്തിൽ കർണാടകയിൽ നിന്ന് പിടിക്കപ്പെട്ടിട്ടുള്ളത്. ഇവയെല്ലാം പിടിക്കപ്പെട്ടിട്ടുള്ളത് തീരദേശ
തീരദേശ മേഖലയിൽ നിന്നോ മലമ്പ്രദേശങ്ങളിൽ നിന്നോ ഒക്കെ ആയിരിക്കും. അതായത് കർണാടകയിലെ നിബിഡ വനപ്രദേശങ്ങളിൽ നിന്നാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഉപഗ്രഹ ഫോണുകളുടെ സിഗ്നലുകൾ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുള്ളത്. പലപ്പോഴും ഈ ഫോൺ കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ പല ഘട്ടങ്ങളിലും ഈ ഉപഗ്രഹ ഫോണുകൾ ആരുപയോഗിച്ചു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ ആ ഘട്ടത്തിൽ ലഭിച്ചിരുന്നില്ല. പക്ഷേ വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഫോൺ കണ്ടെത്താൻ അവർക്ക് സാധിച്ചുവെന്ന് മാത്രമല്ല, ഒരു തീരദേശ മേഖലയാണ് വിഴിഞ്ഞം. പ്രത്യേകിച്ചും ഒരു അന്താരാഷ്ട്ര ടച്ചുള്ള അല്ലെങ്കിൽ അന്താരാഷ്ട്ര സമൂഹവുമായി ബന്ധപ്പെടാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു തുറമുഖമടക്കം ഇന്ന് വിഴിഞ്ഞത്തുണ്ട്. ആ മേഖലയിൽ നിന്നാണ് ഇപ്പോൾ ഉപഗ്രഹ ഫോൺ പിടിച്ചെടുത്തിരിക്കുന്നത് എന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുമ്പ് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പിടിച്ച വാർത്തയുണ്ടായിരുന്നു. അതും മിലിറ്ററി ഇന്റലിജൻസ് മുൻകൈയെടുത്തുകൊണ്ടാണ് ഇത്തരം സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചതും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച സംഘാംഗങ്ങളെയൊക്കെ അകത്താക്കിയതും. ഇപ്പോൾ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് എന്ന അടിസ്ഥാന സൗകര്യം കേരളത്തിൽ ഏതാണ്ട് ഇല്ലാതായ സമയത്താണ് ഉപഗ്രഹ ഫോണുകൾ പിടികൂടുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.